ആശാവും രവിയും സിറ്റിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മകൾ സുമന് 5 വയസ്സാവുന്നുണ്ട്. രവിക്ക് ഒരു നല്ല ജോലിയുണ്ട്. അവർക്ക് താമസിക്കാനുള്ള ഒരു നല്ല വീടുമുണ്ട്. സുമൻ സ്കൂൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം രവിക്ക് ഒരു സംഭവം സംഭവിച്ചു. അവൻ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ മേലെന്നൊരു സാധനം അവന്റെ തല്ലിൽ വീണു. അവൻ അവിടുന്ന് മയങ്ങി വീണു കഴിഞ്ഞു. ഡോക്ടർ അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുകയായിരുന്നു. തലയിലുള്ള നെർവ് സിസ്റ്റം ഡാമേജ് ആയതുകൊണ്ട് ശരീരത്തിന്റെ പകുതി ഭാഗത്തിലും പാരലൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് പഴയതുപോലെ ഇരിക്കാൻ പറ്റില്ല. ആ ദിവസം തൊട്ട് ആശയും രവിയുടെ ദിവസം മോശമായി പോയി. അവർ വീട്ടിന്റെ മൊത്ത ചെലവും ഇപ്പൊ ആശയാണ് നോക്കേണ്ടത്. ഇപ്പോൾ അവൾക്ക് രവിയും നോക്കാനുണ്ട്. അവൾ ജോലിക്ക് വേണ്ടി കുറെ സ്ഥലത്ത് തിരക്കാൻ തുടങ്ങി. അവൾ നന്നായിട്ട് പാചകം ചെയ്യും. അതുകൊണ്ട് അവൾ ഹോട്ടലിൽ പോയി ജോലി ചോദിക്കാൻ തുടങ്ങി. സാർ, ഞാൻ എന്തെങ്കിലും ജോലി കിട്ടുമോന്ന് അറിയാൻ വന്നതാ. നിങ്ങൾക്ക് എന്തുണ്ടാക്കാൻ അറിയാം? ഞാൻ സ്വാദുള്ള ആഹാരങ്ങൾ ചെയ്യും സാർ. വരൂ, അകത്ത് വരൂ. ഹോട്ടൽ മാനേജർ ആശയനെ കിച്ചണിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയുമോ? അതെ, തീർച്ചയായും. ശരി, ഉണ്ടാക്കി തരൂ. ഹോട്ടൽ മാനേജർ അവിടെ തന്നെ കാത്തിരുന്നു. ആശ ചിക്കൻ കറി ഉണ്ടാക്കാനും തുടങ്ങി. കുറച്ചു നേരം കൊണ്ട് തന്നെ ആശയുടെ ചിക്കൻ കറിയും തയ്യാറായി കഴിഞ്ഞു. കഴിച്ചു നോക്കൂ സാർ. ഹോട്ടൽ മാനേജർ ചിക്കൻ കറി രുചിക്കാൻ തുടങ്ങി. വാ, ഇത് നല്ല രസമുണ്ടല്ലോ. ഞങ്ങൾ കുറെ ദിവസമായിട്ട് ഒരു നല്ല പാചകക്കാരെ തിരക്കുകയായിരുന്നു. ഒരു വഴിയായിട്ട് ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്. ആ, നിങ്ങൾക്ക് 15,000 രൂപ ശമ്പളം ഞങ്ങൾ തരാം. ശരി സാർ. ഒരു വഴിയായിട്ട് ആശയ്ക്ക് ജോലി കിട്ടിയെന്ന സന്തോഷത്തിൽ പോവുകയായിരുന്നു. ആശ വീട്ടിലെത്തി. ചേട്ടാ, എനിക്കൊരു ഹോട്ടലിൽ ആഹാരം ചെയ്യുന്ന ജോലി കിട്ടിയിരിക്കുന്നു. പിന്നെ ശമ്പളം 15,000 രൂപയാണ്. ഇനി മുതൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. രവി വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അവന്റെ ശരീരം പാരലൈസ് ആയതുകൊണ്ട് അവന് കാണിക്കാൻ പറ്റുന്നില്ല. കൊള്ളാം അമ്മേ. ഇനി മുതൽ നിങ്ങൾ അച്ഛനെ കുറിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഞാൻ അച്ഛനെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചോളാം. എനിക്ക് നിന്നോട് വിശ്വാസമുണ്ട് മോളെ. പക്ഷെ നീ സ്കൂളിലേക്ക് പോകണം. സ്കൂളിൽ നിന്നും വന്നതിന് ശേഷം അച്ഛനെ നല്ലോണം നോക്കിക്കോ. ഞാൻ ഹോട്ടലിലേക്ക് 12 മണിക്കാണ് പോകുന്നത്. അപ്പോഴേക്കും നീ സ്കൂളിൽ നിന്നും തിരിച്ചെത്തും. ശരി അമ്മേ. ആശയുടെ മനസ്സിലൊരു പുതിയ ധൈര്യവും വന്നു. അടുത്ത ദിവസം തന്നെ ആശ ഹോട്ടലിൽ ജോലി ചെയ്യാനും തുടങ്ങി. അവൾക്ക് ആ ജോലി വല്ലാതെ ഇഷ്ടപ്പെട്ടും തുടങ്ങി. അവൾ ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സിനും നോക്കാനും തുടങ്ങി. ഒരു ദിവസം ഒരു പാവപ്പെട്ട ആള് തന്റെ മകളെയും വിളിച്ച ഹോട്ടലിലേക്ക് വന്നു. ഇതൊക്കെ ആശ കാണുകയായിരുന്നു. എടോ, താൻ എന്തിനാ അകത്തേക്ക് വരുന്നത്? കഴിക്കാൻ വേണ്ടിയാണ്. ഇന്ന് എന്റെ മകൾക്ക് ജന്മദിനമാണ്. പിന്നെ അവൾക്ക് ചിക്കൻ വാങ്ങിക്കൊടുക്കണം. അതിന് ഞങ്ങൾ എന്താ വെറുതെ കൊടുക്കണോ? ഇവിടെയുള്ള ഒരു ചിക്കൻ ഡിഷ് 200 രൂപയാണ്. എന്ത്, ഇത്രയും വിലയാണോ? ഇവന്മാരൊക്കെ എവിടുന്നാ വരുന്നത് അറിയുന്നില്ലല്ലോ. ആ പാവപ്പെട്ട ആള് തന്റെ മകളെയും കൂട്ടിക്കൊണ്ട് തിരിച്ചുപോയി. ഇത് കണ്ടോണ്ടിരുന്ന ആശ വല്ലാതെ ദുഃഖത്തിലായിരുന്നു. ഇത് വളരെ തെറ്റാണ്. അദ്ദേഹം പാവപ്പെട്ടവനായതുകൊണ്ട് അദ്ദേഹം ഈ സ്വാദുള്ള ആഹാരം കഴിക്കാൻ പാടില്ലെന്നാണോ? പക്ഷെ അദ്ദേഹം എങ്ങനെ കഴിക്കാനാണ്? ഈ ഹോട്ടലിൽ എല്ലാ സാധനങ്ങളും വില അധികമല്ലേ? എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലത്ത് അദ്ദേഹത്തിന് നല്ല ആഹാരം കിട്ടിയാൽ നന്നായിരുന്നേനെ. ആശ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ആശ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ കണ്ടത് പാവപ്പെട്ടവരൊക്കെ ഈ വടാപ്പാവും ഇതൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. സമോസ, പിന്നെ ഫാസ്റ്റ് ഫുഡാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് നല്ല രുചിയുള്ള ആഹാരം എവിടെയും കിട്ടുന്നില്ലല്ലോ. എന്തുകൊണ്ടാ അങ്ങനെ? ആശയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ തെറ്റായിട്ട് തോന്നി. വീണ്ടും അവൾ ജോലി ചെയ്യാനും തുടങ്ങി. എല്ലാ നേരത്തിലും അവൾ മാസത്തിന് ശമ്പളവും കയറ്റാൻ തുടങ്ങി. അവൾ നന്നായിട്ട് അവളുടെ വീടും നോക്കാനും തുടങ്ങി. സുമൻ സ്കൂളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു. പിന്നെ അവൾ അച്ഛനെയും നോക്കാനും തുടങ്ങി. ആശ ഹോട്ടലിലുള്ള ജോലിയും പിന്നെ വീട്ടിലുള്ള ജോലിയും നോക്കാനും തുടങ്ങി. എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ദിവസം ആശ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട ആള് ഹോട്ടലിലേക്ക് വന്നെന്ന് പറഞ്ഞ് മാനേജർ അദ്ദേഹത്തിനെ തള്ളിയിട്ടു. അത് ആശ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? തീർച്ചയായും നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആശ ഇതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇന്ന് നടന്ന എല്ലാ കാര്യവും അവൾ മകളെടുത്ത് പറഞ്ഞു കഴിഞ്ഞു.
നമ്മളെപ്പോലെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്നെ കൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല മോളെ. ഒരുപക്ഷെ റോട്ടിൽ പാവപ്പെട്ടവർക്ക് നല്ല സ്വാദുള്ള ആഹാരം കിട്ടിയാൽ അത് വളരെ നന്നായിരിക്കും. അവരും കഴിക്കുമല്ലോ. പക്ഷെ റോട്ടിൽ വെറും ഫാസ്റ്റ് ഫുഡ് കട മാത്രമാണുള്ളത്. അമ്മേ, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്വാദുള്ള കട തുടങ്ങിക്കൂടാ? എന്താ പറഞ്ഞേ? നിങ്ങൾ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കുന്നു, പിന്നെ നിങ്ങളുടെ ആഹാരം സ്വാദുള്ളതുമാണ്, പിന്നെ വിലയും കുറവായിരിക്കും. പിന്നെ നിങ്ങൾ കടയിൽ നിങ്ങളുടെ ആഹാരം വിൽക്കുകയാണെങ്കിൽ പാവപ്പെട്ടവർക്കും നല്ല രുചിയുള്ള ആഹാരം കിട്ടുമല്ലോ. നിന്റെ ഐഡിയ എന്തായാലും കൊള്ളാം. പിന്നെ ആഹാരം ഉണ്ടാക്കുന്നതും എനിക്ക് കഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഞാൻ എന്റെ ആഹാരം വളരെ പാവപ്പെട്ടവർ പോലും കഴിക്കുന്ന രീതിയിലുള്ള വിലയിൽ വിൽക്കും. തീർച്ചയായും. ആശ അവൾ ചേർത്ത് വെച്ച എല്ലാ പൈസയും എടുത്ത് അവൾ ആ പൈസയും വെച്ചിട്ട് ഒരു ചെറിയ തള്ളുവണ്ടിയും വാങ്ങിക്കഴിഞ്ഞു. പിന്നെ കുറച്ച് പാത്രങ്ങളും വാങ്ങി. അമ്മേ, ഈ 3 പാത്രം വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ പാത്രത്തിൽ നമ്മൾ ആഹാരം എടുത്തുകൊണ്ടു പോകും. ശരി. അടുത്ത ദിവസം രാവിലെ തന്നെ ആശ ഭക്ഷണം ഉണ്ടാക്കാനും തുടങ്ങി. അമ്മേ, ഇത്രയും ഒരുപാട് ആഹാരമോ? അതെ സുമൻ, ഇവിടെ നോക്ക്. സ്റ്റീം റൈസ്, ജീര റൈസ്, ദാൽ, പൊരിയൽ, ചിക്കൻ, പിന്നെ പനീർ. വാവ്! പക്ഷെ നിങ്ങൾ ഇത് എന്ത് വിലയിലാ വിൽക്കുക? സാധാരണ ആഹാരം 10 രൂപ പ്ലേറ്റ്, പനീർ ആഹാരം 40 രൂപ പ്ലേറ്റ്, പിന്നെ ചിക്കൻ ആഹാരം 50 രൂപ പ്ലേറ്റ്. വാവ്! ഇനി ആര് വേണമെങ്കിലും നിങ്ങളുടെ കടയിൽ രുചിയുള്ള ആഹാരം കഴിക്കാമല്ലോ. തീർച്ചയായും. ആശ എല്ലാ ഭക്ഷണം തയ്യാറായപ്പോ എടുത്തു വെച്ചിട്ട് അവൾ തള്ളുവണ്ടിയിൽ ഇട്ട് കൊണ്ടുപോയി. അവൾ ആ തള്ളുവണ്ടി എടുത്തിട്ട് അവൾ ഒരു ഫാക്ടറിന്റെ പുറത്തേക്ക് നിന്നു. രുചിയുള്ള വീട്ടിലുണ്ടാക്കിയ ആഹാരം, ആഹാരം, പനീർ ആഹാരം, ചിക്കൻ ആഹാരം. ആശ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ വെച്ചപ്പോൾ രണ്ടുപേർ സംസാരിക്കുന്നത് കേട്ടു. ചിക്കൻ ഭക്ഷണം നല്ല വില ഉണ്ടാവും തോന്നുന്നു. ആ, ഇല്ല ചേട്ടാ, അത്രയും കാശൊന്നുമില്ല. ചിക്കൻ ആഹാരം 50 രൂപയാണ്. അങ്ങനെ വെച്ചാൽ എനിക്കൊരു ചിക്കൻ ചോറ് തരൂ. പിന്നെ ഈ പനീർ ഭക്ഷണം എത്രയാണ് വില? പനീർ ആഹാരം 40 രൂപ, പിന്നെ സാധാരണ ആഹാരം 30 രൂപ. അനിയത്തി, ഇത്രയും വില കുറവാണോ? എനിക്കൊരു പനീർ ഭക്ഷണം തരൂ. അവര് രണ്ടുപേരും ഭക്ഷണം വാങ്ങിയിട്ട് കഴിക്കാനും തുടങ്ങി. അവർ കഴിക്കുന്നത് കണ്ടിട്ട് കുറെ പേര് വന്നിട്ട് ആശന്റെ തള്ളുവണ്ടി കടയിൽ വന്ന് കഴിക്കാനും തുടങ്ങി. ഈ നേരത്തിൽ അവളുടെ എല്ലാ ഭക്ഷണവും തീർന്നും പോയി. ഇവൾ പുറപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരാൾ അവിടുന്ന് ഓടി വന്നുകൊണ്ടിരുന്നു. അനിയത്തി, നാളെ നിങ്ങൾ ഇതേ സമയത്ത് ഇങ്ങോട്ട് വരണം. അതെ, ഇനി മുതൽ ദിവസവും വരും. ആശ സന്തോഷത്തിലായിരുന്നു, കാരണം അവളുടെ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഹോട്ടലിലും ഞാൻ ഇതേ ആഹാരമാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഇവിടെ പാവപ്പെട്ടവർ പോലും എന്റെ ആഹാരം കഴിക്കുന്നുണ്ട്. ഇത് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വരുമാനം അല്പം കുറവായാലും സന്തോഷം അധികമാണ്. ആശ ദിവസവും ആ ഫാക്ടറിന്റെ പുറത്തുനിന്ന് ഭക്ഷണം വിൽക്കാനും തുടങ്ങി. പിന്നെ അതുപോലെ കുറെ സ്ഥലത്ത് അവൾ ഭക്ഷണം വിൽക്കാനും തുടങ്ങി. പിന്നെ അവളുടെ ഭക്ഷണത്തിന് ആൾക്കാർക്കൊക്കെ വല്ലാതെ ഡിമാൻഡുമായി. പിന്നെ അവളുടെ വരുമാനം അധികമായി. പിന്നെ അവളുടെ കൂടെ രണ്ടുപേരും കൂടെ ജോലിക്ക് ചേർത്ത് കഴിഞ്ഞു. ഇപ്പൊ അവർ 3 പേരും ചേർന്നിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇപ്പോ 1 അല്ല 3 തള്ളുവണ്ടിയിലാണ് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നഗരത്തിലുള്ള എവിടെ പോയാലും നല്ല ഒരു വീട്ടു ഭക്ഷണം അവർക്ക് കിട്ടാൻ തുടങ്ങിയത്. ആശയുടെ ഈ ചെറിയ ഒരു കച്ചവടം വലിയ കച്ചവടമായിട്ട് നല്ല ബിസിനസ്സായി പോയിക്കൊണ്ടിരുന്നു. അമ്മേ, ഇപ്പോൾ നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഹോട്ടൽ ഉണ്ടല്ലോ, അതും ഒരുപാട് സ്ഥലത്ത്. പിന്നീട് വലിയ ഹോട്ടൽ കെട്ടാം. അവിടെയും എത്ര പാവപ്പെട്ടവർക്ക് വേണമെങ്കിലും രുചിയുള്ള ആഹാരം കഴിക്കാം. അതും അവരുടെ കയ്യിലുള്ള കാശ് കൊണ്ട്. അതും ശരിയാണ്. ആശയുടെ സ്ഥിതി മാത്രം അവൾ മാറ്റാതെ അതുപോലെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ പാവപ്പെട്ടവർക്ക് വേണ്ടി റോട്ടിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാനും തുടങ്ങി. പിന്നെ അവളും അവളുടെ കുടുംബവും നല്ല സന്തോഷത്തിൽ തന്നെ ഉണ്ടായിരുന്നു.